ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോര് മുൻപേടി പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വൈകിട്ട് 4 മണിയോടെ മറ്റൊരു കാർ ബംഗ്ലാവിന്റെ മുറ്റത്തെത്തി. ആൻഡപ്പൻ അപ്പോൾ സിറ്റൗട്ടിലുണ്ടായിരുന്നു. കാറിൽ നിന്ന് മധ്യവയസ്കയായ ഒരു സ്ത്രീയും ജീൻസും ടീഷർട്ടും ധരിച്ച ഒരു പെൺകുട്ടിയും ഇറങ്ങി. ആൻഡപ്പൻ ഉടനോടി സ്റ്റാൻലിയുടെ മുറിയിലെത്തി. സ്റ്റാൻലി സോഫയിൽ ചാരിക്കിടന്ന് ആനിമൽ പ്ലാനറ്റ് കാണുകയായിരുന്നു. അയാൾ തല തിരിച്ച് ആൻഡപ്പനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം ആൻഡപ്പൻ അറിയാം. സർ, പീതാമ്മ കൊച്ചമ്മയും ടാനിയ മോളും. സ്റ്റാൻലി TV മോണിറ്ററിലേക്ക് തന്നെ കണ്ണു നട്ടു. എവിടെ? കാറിൽ വന്നിട്ടുണ്ട്. വരട്ടെ, അതിനെന്താ? നീ പോയി നിന്റെ പണി നോക്ക്. ആൻഡപ്പൻ വാതിൽ ചാരിയിട്ട് പോയി. അല്പം കഴിഞ്ഞപ്പോൾ വാതിലിൽ തട്ടുന്ന ശബ്ദം കേൾക്കെയായി. കമീൻ, സ്റ്റാൻലി പറഞ്ഞു. റീത്താമ്മയും ടാനിയയും മുറിയിലേക്ക് കയറി നിന്നു. സോഫയിലും കാർപ്പറ്റിലും ഉണ്ടായിരുന്ന നായ്ക്കൾക്ക് സ്റ്റാൻലി എന്തോ ആജ്ഞ നൽകി. അവ എഴുന്നേറ്റു മുറി വിട്ടുപോയി. ഗുഡ് ഈവനിങ് പപ്പ. ടാനിയ യാന്ത്രികമായി ഉരുവിട്ടു. വെരി ഗുഡ് ഈവനിങ്. റീത്താമ്മോ, ഗുഡ് ഈവനിങ്. ഇരിക്കൂ. പട്ടികളിരുന്ന കസേരയല്ലേ ഇതെല്ലാം? അന്തസ്സുള്ള പട്ടികളാണ്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പട്ടികൾ എത്ര വളർന്നാലും മനുഷ്യനോളം അന്തസ് ഒരിക്കലും അവയ്ക്ക് കിട്ടില്ല. നിങ്ങളുടെ വീട്ടിലെ പട്ടികൾക്ക് നിങ്ങളെക്കാൾ ഉയരാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് പട്ടികളെക്കാൾ താഴാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ആരാ സ്റ്റാൻലി തരം താഴ്ന്നത്? ഞങ്ങളൊരു വാർത്ത അറിഞ്ഞിട്ട് വരികയാണ്. സ്റ്റാൻലി ഇവിടെ ഒരു വെപ്പാട്ടിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടെന്ന്. സ്റ്റാൻലിയുടെ മുഖം ചുവന്നു. ഒരു മുന്നറിയിപ്പ് ഞാൻ ആദ്യമേ തരികയാ. സ്റ്റാൻലി അവരുടെ മുഖത്തിന് നേർക്ക് വിരൽ ചൂണ്ടി. മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളണം. ഇല്ലെങ്കിൽ സ്ത്രീയാണെന്നൊന്നും നോക്കില്ല, അടിച്ചിറക്കും ഞാൻ. മര്യാദകേട് കാണിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ആരാണ് സ്റ്റാൻലി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന ആ പെണ്ണ്? ഇങ്ങനെ മാന്യമായിട്ട് സംസാരിച്ചാൽ അന്തസ്സായിട്ട് തന്നെ സ്റ്റാൻലി മറുപടി പറയും. എന്റെ മകളാണത്. ഇതാണോ സ്റ്റാൻലി അന്തസ്സുള്ള മറുപടി? സ്റ്റാൻലിക്ക് എത്ര മക്കളുണ്ട്? എനിക്കിപ്പോൾ 4 പേരുണ്ട് മക്കൾ. ഒരെണ്ണം എവിടുന്ന് വന്നു? എന്റെ അനുജത്തി എൽസമ്മ 3 മക്കളെ പ്രസവിച്ചതായിട്ട് മാത്രമേ എനിക്കറിയൂ. നമ്മുടെ കുടുംബക്കാർക്കും അത്രമാത്രമേ അറിയൂ. സ്റ്റാൻലി എൽസമ്മയെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിച്ചിട്ടുള്ളതായും എനിക്കറിയില്ല. എൽസമ്മയല്ലാതെ വേറെ ഒരു പെണ്ണ് സ്റ്റാൻലിയുടെ ഒരു മകളെ പ്രസവിച്ചെന്ന് കരുതിയാൽ മതി. അതെവിടുത്തെ അന്തസ്സാ സ്റ്റാൻലി? നാഴികയ്ക്ക് 40 വട്ടം അന്തസ്സിന്റെ കാര്യം പറയുന്നവനാണല്ലോ സ്റ്റാൻലി. ഇത് പട്ടാളക്കാരന്റെ അന്തസ്സോ അതോ കൊട്ടാരമറ്റം തറവാടിന്റെ അന്തസ്സോ? സ്റ്റാൻലിക്ക് ഒരല്പം ക്ഷീണമായി. റീത്താമ്മ പറയുന്നത് ന്യായമാണ്. അതിനെ തർക്കുത്തരം കൊണ്ട് ഖണ്ഡിച്ചിട്ട് കാര്യമില്ല. സ്റ്റാൻലി നേരെ വിഷയത്തിലേക്ക് വന്നു. റീത്താമ്മയ്ക്ക് എന്തൊക്കെ അറിയണം? വെറുതെ ഇവിടെ കിടന്ന് നാവിട്ടലക്കരുത്. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരും ഞാൻ. എൽസമ്മയുടെ കഴുത്തിലല്ലേ സ്റ്റാൻലി താലി കെട്ടിയത്? ഇനി വേറൊരു സ്ത്രീയിലും മക്കളുണ്ടെന്ന് പറഞ്ഞ് എന്താ ഇതിനർത്ഥം? ഇനി വേറെ എത്ര വെപ്പാട്ടിമാരും മക്കളും വരാനുണ്ട്? അതൊന്നറിഞ്ഞ കൊള്ളായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്. വെപ്പാട്ടിന്നൊരു പ്രയോഗം ഇനി ഇവിടെ കേൾക്കരുത്, സ്റ്റാൻലി താക്കീത് ചെയ്തു. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു മകൾ ഇപ്പോഴുണ്ടല്ലോ. പിന്നെ എങ്ങനെ ഉണ്ടായത്? റീത്താമ്മയുടെ സ്വരത്തിൽ രോഷം തിളച്ചു. അത് ഞാൻ എൽസമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുൻപുള്ള ഒരു അഫെയറിൽ സംഭവിച്ചു പോയതാണ്. എങ്കിൽ പിന്നെ എന്തിന് എന്റെ അനുജത്തിയുടെ ജീവിതം തുലച്ചു? അവളെ തന്നെ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിച്ചൂടായിരുന്നു? അങ്ങനെ ആയിരുന്നു ആഗ്രഹം. അന്നത് നടന്നില്ല റീത്താമ്മേ. സ്റ്റാൻലി ഗൗരവം വിടാതെ പറഞ്ഞു. ഇനി എൽസമ്മയും മക്കളും എന്തു ചെയ്യണം? അതുകൂടി പറഞ്ഞേക്ക്. അവരൊന്നും ചെയ്യണ്ട. അവരവരുടെ കാര്യം നോക്കി ഇപ്പോഴിരിക്കുന്നിടത്ത് തന്നെ അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതി. അങ്ങനെ ആയിരുന്നോ പോരല്ലോ, പുറത്തിറങ്ങി നടക്കേണ്ടേ? ഇനി ഇത് വൈകാതെ നാട് മുഴുവൻ പരക്കുമല്ലോ. സ്റ്റാൻലിക്ക് പിഴച്ചുണ്ടായ ഒരു മകളുണ്ടെന്ന്, അവൾ ഇപ്പൊ സ്റ്റാൻലിയുടെ കൂടെയാണ് താമസമെന്ന് ആരെങ്കിലും ചോദിച്ച എൽസമ്മ എന്തുത്തരം പറയണം? എൽസമ്മ എന്തെങ്കിലും ഉത്തരം പറഞ്ഞോളും. അതോർത്ത് റീത്താമ്മ വിഷമിക്കേണ്ട. അല്ലെങ്കിൽ അവൾ എന്നോട് വന്ന് ചോദിക്കട്ടെ, ഞാൻ ഉത്തരം പറഞ്ഞു കൊടുത്തോളാം. മക്കളുണ്ടല്ലോ വേറെയും സ്റ്റാൻലിക്ക്. കുടുംബത്തിൽ ജനിച്ചവർ. ഈ നിൽക്കുന്നത് സ്റ്റാൻലിയുടെ മോളല്ലേ. ഇവൾക്ക് കോളേജിൽ പോകേണ്ടേ? പപ്പയ്ക്കൊരു രഹസ്യപുത്രനുണ്ടെന്ന് കേട്ടല്ലോ എന്ന് ആരെങ്കിലും കളിയാക്കിയാൽ ഇവൾ എന്ത് മറുപടി പറയും? ഇവളുടെ തല താണു പോകില്ലേ? ഈ മകളുടെ മനസ്സിൽ തട്ടുന്ന അപമാനത്തിനു സ്റ്റാൻലിയുടെ കയ്യിൽ മറുമരുന്നുണ്ടോ? പട്ടാളക്കാരന്റെ തൊപ്പിയിൽ വയ്ക്കുന്ന കീർത്തിമുദ്രയോ യൂണിഫോമിൽ തുന്നിച്ചേർക്കുന്ന മെഡലോ സ്റ്റാറോ ഒന്നുമല്ലല്ലോ ഒരു അവിഹിത സന്തതിയുടെ ഒരപ്പനാണെന്ന ദുഷ്പേര് ആണോ സ്റ്റാൻലി? സ്റ്റാൻലി അസ്വസ്ഥനായി എഴുന്നേറ്റു. റീത്താമ്മോ,
ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു എന്നുള്ളത് ശരിയാ, അത് പരാജയപ്പെട്ടു പോയി. ഇങ്ങനെയൊരു മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞപ്പോൾ ഞാൻ അവളെ ഏറ്റെടുത്തു. അതെന്റെ കടമയാണെന്ന് തോന്നി. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ? സ്റ്റാൻലിയുടെ മക്കൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്ന സംഗതിയാണോ? സ്റ്റാൻലി അവരോട് ആലോചിച്ചിട്ടാണോ ഇങ്ങനെ ഒരുത്തിയെ വിളിച്ചു വരുത്തി കൂടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചത്? റീതാമ്മേ, ഏകദേശം 24 വർഷം മുൻപ് സംഭവിച്ച കാര്യമാണ്. അന്ന് എൽസമ്മ എന്റെ ഭാര്യ ആയിരുന്നില്ല. എനിക്ക് മക്കളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവരോട് ആലോചിക്കേണ്ട എന്ന് തീരുമാനിച്ചു. അല്ലെങ്കിലും ആരോടും അഭിപ്രായം ചോദിച്ചിട്ടല്ല സ്റ്റാൻലി ഇന്നേ വരെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. ഇനി അത് മാറ്റാനും ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം സ്റ്റാൻലി മനസ്സിലാക്കിക്കോ, എൽസമ്മയും അവളുടെ മക്കളും ആരുമില്ലാത്തവരല്ല. പുളിക്കൽ തറവാട്ടിൽ എന്തിനും പോന്ന ആണുങ്ങളുണ്ടായിരുന്നു എക്കാലത്തും. ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. ഞങ്ങൾക്ക് ഒന്നും രണ്ടുമല്ല 4 ആങ്ങളമാരുണ്ട്, ചോദിക്കാനും പറയാനും. അതും പോരെങ്കിൽ ഈ നാട്ടിൽ പോലീസുണ്ട്, കോടതിയുണ്ട്, പള്ളിയും പാതിരിയുമുണ്ട്. ഇത് ഞങ്ങൾ വെറുതെ വിടില്ല സ്റ്റാൻലി. റീതാമ്മയ്ക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തോ. പക്ഷെ അതിനു മുൻപൊന്ന് ചിന്തിച്ചേക്കണം. കഴിഞ്ഞ 24 വർഷം കൊണ്ട് കുളത്തുപ്പുഴ ടൗണിലെ പാലത്തിനടിയിൽ കൂടി ഒഴുകിപ്പോയ വെള്ളം മുഴുവൻ തിരികെ കൊണ്ടുവരാൻ റീതാമ്മയ്ക്ക് പറ്റുമോ? മീൻമുട്ടിയാറ് തലകുത്തനെയും തിരിച്ചു പിടിച്ചാൽ പറ്റുമോ? ഇല്ല. 24 വർഷം മുൻപ് ജനിച്ച കുഞ്ഞിനെ തിരിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒളിപ്പിക്കാൻ പറ്റുമോ? അവരുടെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് സ്റ്റാൻലിയുടെ പേര് വെട്ടിക്കളയാൻ പറ്റുമോ? അത് സ്റ്റാൻലിയുടെ ന്യായം. പക്ഷെ നീതിമാന്മാരെ നോക്കുമ്പോൾ ഞങ്ങളുടെ പക്ഷത്തായിരിക്കും യഥാർത്ഥ ന്യായം. ഇങ്ങനൊരു മകളുണ്ടെങ്കിൽ തന്നെ അവൾക്ക് അവകാശവാദം ഉന്നയിക്കാതെ അത് അംഗീകരിക്കേണ്ട ആവശ്യം സ്റ്റാൻലിക്കില്ല. അവളെ ഇവിടെ കൊണ്ടുവന്ന് കൂടെ താമസിപ്പിക്കേണ്ട ആവശ്യമില്ല. ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാക്കി വെച്ച അപമാനത്തിനും സ്റ്റാൻലിക്ക് കണക്ക് പറയേണ്ടി വരും. പറഞ്ഞത് കഴിഞ്ഞെങ്കിൽ റീതാമ്മയ്ക്ക് പോകാം. സ്റ്റാൻലി ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ തിരുകി. പോവുകയാണ്, പക്ഷെ ഇനിയും വരും. റീതാമ്മയുടെ സ്വരം കനത്തു. അവൾ ടാനിയയുടെ കൈക്ക് പിടിച്ചു. വാ മോളെ, ഇങ്ങനെയൊരു പപ്പയുടെ മോളായിട്ട് ജനിക്കേണ്ടി വന്നതാ നിന്റെയൊക്കെ ശാപം. റീതാമ്മേ, ഇനി ഇവിടെ നിന്ന് ഒരക്ഷരം പോലും സംസാരിക്കരുത്. റീതാമ്മ വാതിലിന് നേർക്കു നടന്നു. ടാനിയെ 2 ചുവട് നടന്നിട്ട് തിരിഞ്ഞു നോക്കി. റീതാമ്മ ആന്റി പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാം പപ്പ, അതാണ് സത്യമെന്ന്. നീ എന്നോട് സംസാരിക്കാറായിട്ടില്ല. പൊയ്ക്കോ വെളിയില്. സ്റ്റാൻലി വാതിലിനു നേർക്ക് വിരൽ ചൂണ്ടി. ടാനിയ റീതാമ്മയുടെ പിന്നാലെ വാതിൽ കടന്നുപോയി. ഇടനാഴിയിൽ ആന്റപ്പനെ കണ്ടു റീതാമ്മ ചോദിച്ചു, എനിക്ക് അവളെയൊന്ന് കണ്ടിട്ട് പോണം. ഏതാ ആന്റപ്പ അവളുടെ മുറി? ആന്റപ്പൻ ശബ്ദിച്ചില്ല, പക്ഷെ മുറി ചൂണ്ടിക്കൊടുത്തു. അലീന കുളി കഴിഞ്ഞു വേഷം മാറി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതേയുണ്ടായിരുന്നുള്ളൂ. നനഞ്ഞു പിഴിഞ്ഞ വസ്ത്രങ്ങൾ അവൾ കൈത്തണ്ടയിലിട്ടിരുന്നു. വാതിൽ തട്ടുന്ന ശബ്ദം കേട്ട് അവൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും വാതിൽ തള്ളി തുറക്കപ്പെട്ടിരുന്നു. മധ്യവയസ്കയായ ഒരു സ്ത്രീയും പിന്നിൽ ജീൻസും ഷർട്ടും ധരിച്ച പെൺകുട്ടിയും. അവളുടെ മുഖം കണ്ട അലീനയ്ക്ക് കൗതുകമായി. തന്റെ മുഖഛായയോടു വിദൂര സാദൃശ്യമുള്ള മുഖം. റീതാമ്മ അലീനയെ അടിമുടി നോക്കി. ആദ്യം ഒരു അന്താളിപ്പാണ് അവൾക്ക് തോന്നിയത്. സ്റ്റാൻലിയുടെ അമ്മയെ റീതാമ്മ വളരെ വർഷങ്ങൾക്ക് മുൻപ് കണ്ടിട്ടുണ്ട്. ഇനി സംശയത്തിന് അടിസ്ഥാനമൊന്നുമില്ലെന്ന് റീതാമ്മയ്ക്ക് മനസ്സിലായി. എന്താ നിന്റെ പേര്? റീതാമ്മ അധികാരസ്വരത്തിൽ ചോദിച്ചു. അലീന പേര് പറഞ്ഞു. സ്റ്റാൻലിയുടെ പേരിലുള്ള സ്വത്ത് മോഹിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അല്ലേടി? പക്ഷെ ഒന്ന് നീ ഓർത്തോ, 90 ദിവസം നീ ഇവിടെ തികക്കില്ല. റീതാമ്മ പറഞ്ഞതൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ലെന്ന് കൂടി മനസ്സിലാക്കിക്കോ. ആരാണെന്ന് മനസ്സിലായില്ലല്ലോ? അലീന അമ്പരപ്പിൽ ചോദിച്ചു. മനസ്സിലാക്കി തരാം, അധികം വൈകാതെ തന്നെ. റീതാമ്മ തിരിഞ്ഞു നടന്നു. പിന്നാലെ ടാനിയയും. അലീന സിറ്റൗട്ടിൽ വന്നപ്പോഴേക്കും റീതാമ്മയും ടാനിയയും കാറിൽ കയറി കഴിഞ്ഞു. റീതാമ്മയാണ് ഡ്രൈവിംഗ് സീറ്റിൽ. അലീന നിൽക്കുന്നിടത്തേക്ക് റീതാമ്മ തറപ്പിച്ചു നോക്കി. എന്നിട്ട് കാർ സ്റ്റാർട്ടാക്കി. എഞ്ചിൻ നല്ലപോലെ ഇരപ്പിച്ച ശേഷം മുറ്റത്തിട്ടു തിരിച്ച് റോഡിലേക്കുള്ള പാതയിലേക്ക് ഓടിച്ചു പോയി. ആരാണത്? അലീനയ്ക്ക് മനസ്സിലായില്ല. പപ്പയുടെ ഭാര്യയാണോ? മറ്റേ പെൺകുട്ടിയോ? അവൾ സംശയിച്ചു നിൽക്കെ ആന്റപ്പൻ സിറ്റൗട്ടിലേക്ക് വന്നു. ആരൊക്കെയോ ആന്റപ്പൻ ചേട്ടാ വന്നിട്ട് പോയത് അലീന തിരക്കി. റീതാമ്മയും ടാനിയെക്കുറിച്ചും. ആരാ റീതാമ്മ? മുതലാളിയുടെ വൈഫിന്റെ ചേച്ചിയാ. മറ്റേ പെൺകുട്ടിയോ? അതോ കേണൽ സാബിന്റെ മകൾ ടാനിയമോൾ. അലീനയ്ക്ക് ഇച്ഛാഭംഗമായി. ആ കുട്ടിയെ ശരിക്കൊന്നും കണ്ടില്ല. വിളിച്ച അടുത്തു നിർത്തി കാണേണ്ടതായിരുന്നു. അവളുടെ സ്നേഹത്തോടെ സംസാരിക്കേണ്ടതായിരുന്നു. താൻ അവരുടെ ശത്രുവല്ലെന്നും ഒന്ന് തട്ടിയെടുക്കാൻ തനിക്ക് ആഗ്രഹമില്ലെന്നും അവരോട് പറയേണ്ടിയിരുന്നു. തന്റെ പപ്പയുടെ മകൾ തനിക്ക് അനുജത്തിയാണ്. എനിക്ക് ഒന്നും മിണ്ടാൻ പോലും പറ്റിയില്ലല്ലോ ആന്റപ്പൻ ചേട്ടാ. അലീന പരാതിപ്പെട്ടു. അത് നന്നായി എന്റെ കുഞ്ഞെ, അതിനോടൊന്നും മിണ്ടാതിരിക്കുന്നത് നല്ലത്. മനുഷ്യജീവികളോടെല്ലാം വെറുപ്പാണെന്ന് തോന്നും അതിന്റെയൊക്കെ വർത്തമാനം കേട്ടാൽ. കേണൽ സാബിന്റെ അടുത്ത് മാത്രം ഒന്നും ചെലവാകത്തില്ല. കണ്ടിട്ട് പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ. കാണുന്നത് പോലെയല്ല. പിന്നെ എങ്ങനെയാ? ആന്റപ്പൻ മിണ്ടിയില്ല.
അതെന്തുകൊണ്ട് ആന്റപ്പൻ ചേട്ടൻ കേണൽ സാബിന്റെ വൈഫിന്റെ ചേച്ചി വന്നത്? എന്തുകൊണ്ടാ വൈഫ് നേരിട്ട് വരാഞ്ഞത്? സാധാരണ അങ്ങനെയല്ലേ പതിവ്? എന്റെ കുഞ്ഞെ, എനിക്കൊന്നും അറിയില്ല, എന്നോട് ചോദിക്കല്ലേ. കേണൽ സാബിന്റെ അടുത്ത് ചോദിച്ചാ മതി. ആന്റപ്പൻ ചേട്ടനെ വാ തുറക്കാൻ പേടിയാണെങ്കിൽ അത് പറഞ്ഞാ പോരെ? അലീന ചിരിച്ചു. കേണൽ സാബിന്റെ സ്വഭാവം മാറുന്നത് എപ്പോഴാണെന്ന് നമുക്ക് അറിയാനൊക്കത്തില്ലേ? മാറട്ടെ. അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് അല്പം മാറ്റം ഉണ്ടാകേണ്ടത് തന്നെയാ നല്ലത്. കുഞ്ഞിനെ അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. പൗലോസുമായിട്ടുള്ള പ്രശ്നത്തിൽ തന്നെ കുഞ്ഞിന്റെ സ്ഥാനത്ത് വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഇവിടെ ഭൂകമ്പം നടന്നേനെ. ഞാൻ കേണലിന്റെ മോളായതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംസാരിച്ചത്. വേറെ വല്ലവർക്കും അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. മകളാണോ ഭാര്യയാണോ എന്നും കേണൽ സാബ് നോക്കില്ല. ചുരുക്കത്തിൽ എനിക്ക് അടികിട്ടാൻ വരെ സാധ്യതയുണ്ടായിരുന്നു അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ കുഞ്ഞെ? സാബിന്റെ മോളാണെന്ന് പറഞ്ഞല്ലോ, ഏത് വകയിലാ? അതോ എനിക്കൊരു പിടിയും കിട്ടാത്തത്. എനിക്കും അതേപറ്റി വലിയ പിടിയില്ല. കേണൽ സാബിനോട് ചോദിച്ചാ പോരെ ആന്റപ്പൻ ചേട്ടന്? ആന്റപ്പൻ അവളെ സൂക്ഷിച്ചു നോക്കിയിട്ട് നടന്നുപോയി. അലീന ചിന്താധീനയായി നിന്നു. ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു മകൾ വന്ന് ഇവിടെ തന്റെ ഭർത്താവിനോടൊപ്പം താമസിക്കുന്നു എന്നറിഞ്ഞാൽ ഏതൊരു ഭാര്യയും ഓടിയെത്തേണ്ടതാണ്. പകരം ഇവിടെ വന്നതോ അവരുടെ സഹോദരി, കൂടെ പപ്പയുടെ മോളും. അലീനയ്ക്ക് എല്ലാം വിചിത്രമായി തോന്നി. ഇത്രയും ദിവസം അലീന നെടുമ്പേക്കൽ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്ന അതേ പ്രശ്നങ്ങൾ തന്നെയാണ് കേട്ടോ സ്റ്റാൻലിയുടെ വീട്ടിലും അലീനയ്ക്ക് നേരിടേണ്ടി വരിക. വെപ്പാട്ടി എന്നുള്ള പേരും പിഴച്ചവൾ എന്നുള്ള പേരും അങ്ങനെയൊക്കെയാണ് സ്റ്റാൻലിയെയും അലീനയും ചേർത്ത് പല കഥകളും ആ നാട്ടിൽ പരക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഇതൊക്കെ തന്നെയാണ് അലീനയ്ക്ക് നേരിടേണ്ടി വരുന്നതെന്ന് അലീനയ്ക്ക് അറിയാമായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്